അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ഗാന്ധി ഇത് സംബന്ധമായി CH മുസ്തഫ നടത്തിയിട്ടുള്ള ഖുതുബ എന്ന പേരിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വടായിൽ ഒരു വടായി പറച്ചിലാണ്. അത് ചോദിക്കുന്നുണ്ട്, മണ്ടേല ഇത്രയും കാലം ഒരു സമൂഹത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അദ്ദേഹത്തെ അള്ളാഹു നരകത്തിലിടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് മണ്ടേലൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതുപോലുള്ള പലരുടെ കാര്യത്തിലും ഈ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ ഇവിടെ ഒരു മറുചോദ്യമുള്ളത്, നമ്മൾ ആരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞേക്കാൻ ആളല്ല. കാരണം അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള, അള്ളാഹ് തീരുമാനിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്നൊരു സംവിധാനമാണ്. ആരെ നരകത്തിലിടണം, ആരെ സ്വർഗത്തിലിടണം എന്നുള്ളതാണ് തീരുമാനിക്കുക. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊരു മറുചോദ്യം ഉള്ളത്, ഇവർ സ്വർഗത്തിലാണ് എന്നത് മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് വല്ല അറിവും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ രണ്ട് കൂട്ടരും തങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു മേഖലയിലാണ് കഴിയുന്നത്. മുസ്തഫ KT ജലീലിനെ പോലുള്ള ആളുകളും അതുപോലെ തന്നെ ഇന്ന ആളുകളൊക്കെ നരകത്തിലാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണെന്ന് പറയുന്ന മറ്റുള്ളവരും ഒക്കെ തങ്ങൾക്ക് അധികാരമില്ലാത്ത, തങ്ങൾക്ക് ഒരു നിലക്കും അറിയാൻ സാധ്യമല്ലാത്ത ഒരു മേഖലയിലാണ് അവർ കയറി ചെല്ലുന്നത് എന്നുള്ളതാണ്. ഈ സംഗതി താത്വികമായിട്ട് ഇന്ന ആദർശം, വിശ്വാസം അല്ലെങ്കിൽ ഇന്ന ജീവിത രീതി സ്വീകരിക്കുന്നവർ സ്വർഗത്തിലാണ്, അല്ലാത്തവർ നരകത്തിലാണെന്ന് പറയാമെന്നല്ലാതെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തികളെ എടുത്തുകൊണ്ട് ഇന്ന ആൾ നരകത്തിലാണ്, ഇന്ന ആൾ സ്വർഗത്തിലാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇവിടെ മുസ്തഫ അള്ളാഹുവിൻ്റെ നീതിയെ സംബന്ധിച്ച് വല്ലാതെ വാചാലനമുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ നീതി? മനുഷ്യൻ നിശ്ചയിക്കുന്ന ചില വ്യവസ്ഥകളിൽ അള്ളാഹ് കയ്യൊപ്പിടുകയും എന്നിട്ട് മനുഷ്യൻ തട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ അയാൾ പറഞ്ഞു പരത്തുന്ന ഇത്തരം സംഗതികളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആളുകളെ സ്വർഗത്തിലും നരകത്തിലും ഇടുകയാണോ? അതാണല്ലോ ഇപ്പോൾ മുസ്തഫയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിവേകപൂർണമായിട്ടുള്ള കാഴ്ചപ്പാട് ആണ് മുസ്തഫ പുലർത്തണമെങ്കിൽ, മുസ്തഫയെ പോലുള്ള ആളുകൾ പുലർത്തണമെങ്കിൽ പറയേണ്ടത് എന്താണ്? അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള ഒരു സംഗതിയാണ്, അത് അള്ളാഹ് തീരുമാനിച്ചോളും, നമ്മളത് തീരുമാനിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിന് പകരം മുസ്തഫ ചെയ്യണത് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുകയും മുസ്ലിങ്ങളെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പറഞ്ഞു കളയുന്നു പോലും മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് മുസ്ലിമിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ അംഗീകരിച്ച് ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളുകൾ. അവരിൽ തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, ചിലപ്പോൾ വലിയ തെറ്റുകൾ പോലും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യനാണ്. എന്നാൽ അയാൾ ഇസ്ലാമിനോട് പ്രതിബദ്ധത പുലർത്തുന്നു, തൻ്റെ ദീന് ഇസ്ലാമാണെന്ന് അംഗീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നു, അള്ളാഹുവിന് മാത്രമേ താൻ വിധേയപ്പെടുകയുള്ളൂ എന്ന് സമ്മതിക്കുന്നു, ഇസ്ലാമാണ് തൻ്റെ വിശ്വാസവും തൻ്റെ അനുഷ്ഠാനവും തൻ്റെ ജീവിത രീതിയും ഒക്കെ എന്ന് അയാൾ അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിം, അയാളെ സംബന്ധിച്ചാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയാം. മുസ്ലിം ആയതുകൊണ്ട് ആളിൽ നിന്ന് തെറ്റുകളുണ്ടാവില്ല എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരോട് പറയുന്നൊരു സംഗതിയുണ്ട്. സൂറത്ത് സുമറിൽ യാ ഇബാദിയല്ലദീന അസ്റഫു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അനീതി ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിയാറുകളെ വിളിച്ചിട്ട് നീ പറയണം, ലാ തഖനതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റും പൊറുക്കുന്നവനാണ്.
അപ്പോൾ തെറ്റ് ചെയ്യുന്നുവോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. തെറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ആ തെറ്റ് അള്ളാഹു പുറത്തു കൊടുക്കാം. യുഅദ്ദിബു മൻ യശാ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വയതൂബു അലാ മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും, അള്ളാഹു ഉദ്ദേശിച്ചവർ ശിക്ഷിക്കും. അപ്പോൾ ഇത് രണ്ടായിരുന്നാലും ഇത്തരം ആളുകൾ സ്വർഗത്തിൽ അവസാനെങ്കിലും പ്രവേശിക്കുന്നുള്ളത് അത് അംഗീകരിക്കപ്പെട്ടിട്ടൊരു തത്വമാണ്. ഇതൊരു സമുദായം അല്ലെങ്കിൽ ഒരു ജാതി, ഒരു വർഗം എന്നുള്ളവർക്ക് മുസ്ലിങ്ങളൊരു കാലത്തും കണ്ടിട്ടില്ല. ഇത് ഈ ആദർശം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഇസ്ലാം ഖുർആൻ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുമാണ്. എന്നാൽ മുസ്ലിം വീടുകളിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ജനിക്കുകയും എന്നാൽ ഇസ്ലാമിനോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത, ഇസ്ലാമിനെ ചിലപ്പോഴൊക്കെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന, അള്ളാഹുവിലോ പരലോകത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകൾ പേരിൽ അവർ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നുണ്ട്. കാനേഷുമാരി കണക്കിലാണ് മുസ്ലിങ്ങളാണ്. ഇത്തരം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും മുസ്ലിങ്ങൾ ഇവർ സ്വർഗത്തിൽ കിടക്കുന്ന ആരും പറയുന്നില്ല. എന്നാൽ ഇസ്ലാം അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെ സംബന്ധിച്ചോ ഇത് മുസ്ലിങ്ങൾ പറഞ്ഞു വരുത്തുന്ന സംഗതിയല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഉമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒരു ദീനാണ് ഒരുത്തൻ അംഗീകരിക്കുന്നത് തേടി പോകണമെങ്കിൽ അത് അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല, അയാൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോയി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ജാതിയുടെ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെയും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞേക്കാനുള്ളത് മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ മുസ്തഫ ഇതിൻ്റെ പേരിൽ ഉറഞ്ഞു തുള്ളിയിട്ട് മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ മുസ്തഫക്ക് അതിലൂടെ പല നേട്ടങ്ങളുണ്ട്. ഒന്ന്, അയാൾക്ക് കുറേ ആളുകളുടെ കയ്യടി കിട്ടും. രണ്ടാമത്തത്, അയാളുടെ പിന്നിൽ അയാൾക്ക് പിൻബലം നൽകുന്ന ആളുകളുടെ എല്ലാ പിൻബലവും അയാൾക്ക് കിട്ടും. അതിൽ സാമ്പത്തിക നേട്ടമുണ്ട്, മറ്റ് നേട്ടങ്ങളുമൊക്കെ ഉണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് മുസ്തഫ ഇങ്ങനെ മുസ്ലിങ്ങളുടെ പേരിൽ ഈ വർഗീയത, എന്തൊരു വർഗീയതയാണ് ഇതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത് ഇതിനാണോ? ഒരു ശരിയാവട്ടെ തെറ്റാവട്ടെ, എൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിച്ചാൽ, ഞാൻ അംഗീകരിച്ച വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്കേ രക്ഷയുള്ളൂ, സ്വർഗമുള്ളൂ, അല്ലെങ്കിൽ മുസ്തഫൻ്റെ ഭാഷയിൽ മോക്ഷമുള്ളൂ എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കുന്നു, അതവർ പറയുന്നു എന്നതുകൊണ്ട് അവർ വർഗീയവാദികളാവുകയാണെങ്കിൽ മുസ്തഫ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ വർഗീയവാദികളുള്ളത്? മുസ്തഫ വർഗീയവാദിയല്ലേ? കാരണം മുസ്തഫയും പറയുന്നുണ്ടല്ലോ, ലാലിമുകൾക്ക്, അക്രമികൾക്ക് അല്ല സ്വർഗം കൊടുക്കൂല എന്ന് മുസ്തഫയും പറയുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് മുസ്തഫ അത് പറയണത്? അപ്പോൾ മുസ്തഫ പറയുന്നത് ഖുർആനിലുണ്ട്. എന്നാൽ ആ ഖുർആൻ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ഇത് പറയുന്നത്. ഇസ്ലാം സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത ആളുകൾക്ക് സ്വർഗം കിട്ടൂല എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുമ്പോൾ ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ, മദർ തെരേസ നരകത്തിലാണോ സ്വർഗത്തിലാണോ, മണ്ടേല സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഇവിടെ ആരും മുസ്ലിങ്ങളാരും പറയുന്നില്ല. അത് മുസ്തഫൻ്റെ വാദമാണ്. മുസ്ലിങ്ങളാരും അങ്ങനെ വ്യക്തികളെടുത്തിട്ട് അയാൾ നരകത്തിലാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ പോയിട്ടില്ല. ഇനി ഇതേ സംഗതി എടുത്തിട്ട് പറയാം, ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താ? ക്രിസ്ത്യാനികൾ പറയുന്നത് അവർ മാത്രമേ വിശ്വാസികളായുള്ളൂ, സത്യത്തിൻ്റെ ആളുകളായിട്ടുള്ളൂ, അതുകൊണ്ട് സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. യേശുവിനെ ദൈവവും ദൈവപുത്രനുമായി അംഗീകരിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഇവർ വർഗീയവാദികളാണോ മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ? മുസ്ലിങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം അവിടുന്ന് വന്ന ആക്ഷേപങ്ങളോ തല്ലോ ഒന്നും കിട്ടില്ല എന്ന് വരും. എന്നാൽ ക്രിസ്ത്യാനികളോട് മുസ്തഫ ഇത് പറയുമോ, നിങ്ങൾ വർഗീയവാദികളാണ്? ഇനി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മോക്ഷ സിദ്ധാന്തത്തിൻ്റെ ആളുകളാണല്ലോ. ആർക്കാണ് മോക്ഷം ലഭിക്കുക? ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് മോക്ഷം ലഭിക്കുമോ? ഇതിനെ സംബന്ധിച്ച് ഹിന്ദുക്കൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്യുന്നത് രാവും പകലും, ഇപ്പോൾ രാത്രിയാണെന്ന് പറയുന്നവൻ പറയുന്നതും ശരിയാണ്, ഇപ്പോൾ പകലാണെന്ന് പറയുന്നവൻ പറയുന്നതും ശരിയാണ് എന്നുള്ള
ഈ വൈരുദ്ധ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ശരിവെക്കാനുള്ളതാണ്. ഇത് മുസ്തഫയുടെ ഒരു തട്ടിപ്പിൻ്റെ മാർഗം കൂടിയാണ്. കാരണം യഥാർത്ഥത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒന്നേ ശരിയായിട്ടുണ്ടാവുള്ളൂ. ശരികൾ പലതും പലതിലുണ്ടാവാം. ആത്യന്തിക ശരി എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കൂട്ടരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. ഈ ആത്യന്തിക ശരിയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ആത്യന്തിക ശരിക്ക് വിരുദ്ധമാണ് നിലവിലുള്ള വേദങ്ങളായിരുന്നാലും വിശ്വാസങ്ങളായിരുന്നാലും സമൂഹങ്ങളായിരുന്നാലും ഒക്കെ. കാരണം അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട്. ശരിയും തെറ്റും കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒന്നാണ് ഇന്ന് നിലവിലുള്ള മറ്റ് വേദങ്ങളും പ്രസ്ഥാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. മതങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഐതിഹ്യങ്ങൾ, ഇതൊക്കെ അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട്. മുസ്തഫ തന്നെ പറയുന്ന അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ശരിയാണല്ലോ, അത് മുസ്തഫ തള്ളിപ്പറയില്ല. കൂട്ടത്തിൽ ബൈബിളും ഗീതയും, ഗീത എന്ന് പറയുന്നത് മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു വേദമായിട്ടാണ് മുസ്തഫ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലൊരു ഐതിഹ്യമാണത് ആട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ചതുർവേദങ്ങൾ ഇതൊക്കെ ശരിയാണ് എന്നാണ് മുസ്തഫ പറയുന്നത്. ഏതായാലും ഖുർആൻ ശരിയാണെന്നുള്ളതിൽ മുസ്തഫക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്തഫൻ്റെ പ്രസംഗത്തിൽ നിന്നും വാക്കുകളിൽ നിന്നുമൊക്കെ. മുസ്തഫയുടെ രീതി, പ്രവർത്തന രീതിയൊക്കെ വേറെ ആണെങ്കിൽ പോലും മുസ്തഫ ഇത് ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഗതി പറയുമ്പോൾ അതും വ്യക്തികളെടുത്ത് പറയാതെ തത്വം മാത്രം പറയുമ്പോൾ അവരെങ്ങനെയാണ് വർഗീയവാദികളാകുക? ഈ മാനദണ്ഡം വെച്ച് ഇവിടെ വർഗീയവാദികളല്ലാത്ത ആരാണുള്ളതെന്ന് മുസ്തഫ വ്യക്തമാക്കേണ്ടതുണ്ട്. സ്റ്റേജിൽ അല്ലെങ്കിൽ മെമ്പറാണോ എന്തോ അറിയില്ല, എവിടെ നിന്നിട്ട് പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നത് വിവേകവും അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വൈജ്ഞാനിക സത്യസന്ധതയുള്ള ആളുകൾക്ക് ചേർന്നതല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. പക്ഷെ അങ്ങനെ ഒരു സത്യസന്ധത ആവശ്യമുണ്ടെന്ന് മുസ്തഫക്ക് തോന്നിയിട്ടില്ലാത്തത് കൊണ്ടാണ് മുസ്തഫ സത്യസന്ധത വെടിയുകയും എന്നിട്ട് തനിക്ക് തോന്നുന്നതൊക്കെ ഖുർആൻ്റെ പേരിൽ കെട്ടിയേൽപ്പിച്ചിട്ട് ഖുർആൻ മാനവികതയുടെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് തോന്നിയിട്ടുള്ള വായിൽ വന്നത് പാട്ടായിട്ട് പാടുന്ന ഈ ഒരു ഏർപ്പാടിലേക്ക് മുസ്തഫ പോവുകയും എന്നിട്ട് മുസ്ലിങ്ങളെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ആട്ടെ. മുസ്തഫക്ക് കിട്ടുന്ന കയ്യടിയിൽ മുസ്തഫക്ക് സന്തോഷിക്കാം. പക്ഷേ ഇത് അവസാനം മുസ്തഫക്ക് വിനയായിട്ട് മാറുന്നുള്ളത് മുസ്തഫ ചിന്തിക്കണമെന്ന് നല്ലതാണ്.